കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇനി നോക്കാൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അല്ലെങ്കിൽ പറയുന്ന പേര് MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതായത് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? S, P, D, F സാധാരണ അറ്റോമിക് ഓർബിറ്റൽസും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ നമുക്കുണ്ട്. നമ്മളിവിടെ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത് മോളിക്യൂൾസിന്റെ ഓർബിറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ അവിടെ പറഞ്ഞ ആറ്റത്തിന്റെ ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ് എന്നാ പറയുന്നത് അല്ലെ? SPDF എന്ന സാധനം എന്താ? അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഈ തിയറി പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ആണ് മോളിക്യൂളിന്റെ ഓർബിറ്റൽസ്. അതിന് പറയുന്ന പേരാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രപ്പോസ് ചെയ്തത് രണ്ടാൾക്കാർ ചേർന്നിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഹണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഹണ്ട് സ്കൂളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹണ്ടും അതുപോലെ തന്നെ മുല്ലിക്കൺ. മുല്ലിക്കൺ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ആളാണ്. നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ആളാണ് മുല്ലിക്കൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അത് നിങ്ങൾ ഫെമിലിയർ ആയി പഠിച്ച കാര്യങ്ങളാണ്. ഈ രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രപ്പോസ് ചെയ്ത. ആരൊക്കെയാണ്? ഹണ്ട് ആൻഡ് മുല്ലിക്കൺ. ജസ്റ്റ് ഓർത്തിരിക്കുക, ആ ഐഡിയ മനസ്സിലായല്ലോ. അതായത് ആറ്റത്തിന്റെ ഓർബിറ്റൽസ് ആണ് അറ്റോമിക് ഓർബിറ്റൽസ് എങ്കിൽ മോളിക്യൂൾസിന്റെ ഓർബിറ്റൽസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇതിൽ പറയുന്ന ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അറ്റോമിക് ഓർബിറ്റലിൽ പ്രസന്റ് ആകുന്നത് പോലെ ഒരു മോളിക്യൂളിലെ ഇലക്ട്രോണുകൾ മോളിക്കുലർ ഓർബിറ്റൽസ് പ്രസന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എവിടെ പ്രസന്റ് ആയിരിക്കും? അറ്റോമിക് ഓർബിറ്റൽസ്, അറിയാലോ, S, P, D, F ലേക്ക് പ്രസന്റ് ആകുന്ന പോലെ ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും, മോളിക്കുലർ ഓർബിറ്റൽ പ്രസന്റ് ആയിരിക്കും. അതായത് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഈ തിയറി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് the electrons of an atom is present in atomic orbitals. Like that, അതുപോലെ electrons of a molecule is present in molecular orbital. കാര്യം സിമ്പിൾ ആയി മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ് എങ്ങനെ പറയാം? The electrons of a molecule is present in molecular orbitals like that of electrons in atomic orbitals. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഈ മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വഴിയാണ് ആര് ഫോം ചെയ്യുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അവിടെ കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് സെയിം എനർജിയും പ്രോപ്പർ സിമെട്രിയും ആയിരിക്കണം. സെയിം എനർജിയും പ്രോപ്പർ ഒരേ എനർജിയും പ്രോപ്പർ സിമെട്രി ഉള്ളതുമായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരെ ഫോം ചെയ്യുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് വൺ നമുക്ക് എങ്ങനെ പറയാം? മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഐഡന്റിക്കൽ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. Molecular orbitals are formed by the combination of atomic orbitals having identical energy and proper symmetry. Identical energy ഉള്ളതും proper symmetry ഉള്ളതുമായ അറ്റോമിക് ഓർബിറ്റലുകൾ പരസ്പരം ചേർന്നിട്ടാണ് ആരെ ഫോം ചെയ്യുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസിനെ ഫോം ചെയ്യുന്നത്. തേർഡ് പോസ്റ്റ്ലേറ്റ് ആയിട്ട് പറയുന്നത്, നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസ് മോണോസെൻട്രിക് ആണ്. എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ആ ആറ്റത്തിലെ ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് അറ്റോമിക് ഓർബിറ്റൽസ്, ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തായിരിക്കും, മോണോസെൻട്രിക് ആയിരിക്കും. അതേസമയം നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ എന്തായിരിക്കും? പോളിസെൻട്രിക് ആയിരിക്കും. കാരണം മോളിക്കൂൾ എന്ന് പറയുമ്പോൾ മിനിമം 2 ആറ്റങ്ങൾ വരണ്ടേ? ദാറ്റ് ഈസ് അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടാകും. അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ആര് വരിക? മോളിക്കുലർ ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. തേർഡ് പേഴ്സണോട്ട് ഓർക്കുക, നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസ് മോണോസെൻട്രിക് ആണ് എങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. അതായത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളെ സറൗണ്ട് ചെയ്തിട്ടാണ് ആര് വരിക? മോളിക്കുലർ ഓർബിറ്റൽസ് വരിക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. നാലാമത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോസ്റ്റ്ലേറ്റ് പറയുന്നത്, നമ്മളിവിടെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറഞ്ഞു മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റലുകൾ പരസ്പരം കൂടിച്ചേർന്നിട്ടാണ് അല്ലേ? നാലാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്, എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേരുമോ
അത്രയും മോളിക്കുലർ ഓർബിറ്റലുകൾ ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ എത്ര മോളിക്കുലർ ഓർബിറ്റൽസ്? 2 മോളിക്കുലർ ഓർബിറ്റൽസ്. 3 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ 3 മോളിക്കുലർ ഓർബിറ്റൽസ്. അതായത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമോ അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ എന്ത് ചെയ്യപ്പെടും? ഫോം ചെയ്യപ്പെടും. നാലാമത്തെ പോസ്റ്റിൽ എങ്ങനെ പറയാം? നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ്. നമ്പർ ഓഫ് molecular orbitals formed will be equal to number of atomic orbitals combined. അതായത് കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഫോം ചെയ്യുന്ന മോളിക്കുലർ ഓർബിറ്റൽസിന്റെ എണ്ണം എന്നാണ് നാലാമത്തെ പോസ്റ്റുലേറ്റും വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റും പറയുന്നത്. ഓർത്തു വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു എത്ര അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേരുമോ അത്രയും മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 2 അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നാൽ എത്ര മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും? 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും. അതായത് 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ എത്ര മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും? 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകും. അതിൽ ഒരെണ്ണം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയും. രണ്ടാമത്തെ പറയുന്ന പേര് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയും. When 2 atomic orbitals combine, 2 molecular orbitals are formed. One is bonding molecular orbital and other is anti-bonding molecular orbital. എന്തൊക്കെ നമുക്ക് താഴെ പഠിക്കും മനസ്സിലാകും. അപ്പം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? 2 അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നാൽ 2 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഒരെണ്ണം എന്താണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നറിയപ്പെടും. രണ്ടാമത്തെ എന്താണ്? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും അറിയപ്പെടും. Then ആറാമത്തെ പോസ്റ്റിലിട്ട് പറയുന്നത് ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും കമ്പയർ ചെയ്യുമ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എനർജി വളരെയധികം കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ആന്റി ബോണ്ടിങ്. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുമായി കമ്പയർ ചെയ്യുമ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ എനർജി വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ എനർജി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആസ് കമ്പയർഡ് ടു ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത പോസ്റ്റിലിട്ട് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒബേ ചെയ്യുന്ന കുറച്ച് റൂളുകൾ ഉണ്ട്. അറിയാം നിങ്ങൾക്ക് അല്ലേ? ഏതൊക്കെയാ? ആഹ്ബ പ്രിൻസിപ്പിൾ പഠിച്ചതാണേ. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ റൂളുകൾ അറ്റോമിക് ഓർബിറ്റൽസിനെ പോലെ മോളിക്കുലർ ഓർബിറ്റൽസ് എന്ത് ചെയ്യാറുണ്ട്? ഒബേ ചെയ്യാറുണ്ട് എന്ന് ഓർക്കുക. അടുത്ത പോസ്റ്റ് എങ്ങനെ പറയാം? ലൈക്ക് ദാറ്റ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, ലൈക്ക് ദാറ്റ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആൾസോ ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ആഹ്ബ പ്രിൻസിപ്പിൾ. ഏതൊക്കെ? ആഹ്ബ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇവയൊക്കെ അറ്റോമിക് ഓർബിറ്റൽസിനെ പോലെ മോളിക്കുലർ ഓർബിറ്റൽസും ഒബേ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റുകളായി പറയേണ്ടത്. ഓർത്തു വെച്ചേക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓരോ പോയിന്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, molecular orbitals are formed by the combination of atomic orbitals. Molecular orbitals are formed by the combination of atomic orbitals. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഫോർമേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു നമുക്കറിയാം, അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വരിക. ഈ മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പഠിച്ചു വയ്ക്കണം. LCAO മെത്തേഡ്. മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഫോർമേഷൻ നമുക്കറിയാം. മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഈ അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് തിയറി പറയുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് LCAO മെത്തേഡ്. L for linear, C for combination, A for atomic orbitals. അപ്പം linear combination of atomic orbitals. Molecular orbitals are formed by the linear combination of atomic orbitals. അപ്പോൾ LCAO മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഫോർമേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യവും അത് തന്നെയാണ്. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. എന്തൊക്കെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ
അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പൊ അങ്ങനെ പറയാം നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി ലീനിയർ കോമ്പിനേഷൻ ദാറ്റ് ഈസ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു വെക്കാം. വളരെ സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഈ LCAO മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ എടുക്കുകയാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ അറിയാമല്ലോ, ദാറ്റ് ഈസ് H2. ഹൈഡ്രജൻ മോളിക്യൂൾ H2 അല്ലേ? രണ്ട് ആറ്റങ്ങളുണ്ട്, ഹൈഡ്രജൻ ആറ്റങ്ങൾ. തിരിച്ചറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു HA എന്നും HB എന്നും. ആറ്റങ്ങളെ തിരിച്ചറിയണമല്ലോ. ഇതിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് HA എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലാണ് Psi A എന്നിരിക്കട്ടെ. HB എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലാണ് Psi B എന്നിരിക്കട്ടെ. എങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ according to linear combination method, linear combination, that is addition and subtraction of atomic orbitals. Atomic orbitals ന്റെ addition വഴിയും subtraction വഴിയാണ് molecular orbitals ഫോം ചെയ്യുന്ന ആര് പറയുന്നു? LCAO മെത്തേഡ് പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം, addition and subtraction എന്നല്ല, അപ്പൊ addition വഴി ഉണ്ടാകാം, subtraction വഴി ഉണ്ടാകാം. അറ്റോമിക് ഓർബിറ്റൽസിന്റെ അഡീഷൻ വഴിയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുവെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് അതാണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ്. അതേസമയം അറ്റോമിക് ഓർബിറ്റൽസിന്റെ സബ്ട്രാക്ഷൻ വഴിയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുവെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. വളരെ സിംപ്ലി ഓർത്തൂടെ? അതായത് അറ്റോമിക് ഓർബിറ്റൽസിന്റെ അഡീഷൻ വഴി ഫോം ചെയ്താൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, അറ്റോമിക് ഓർബിറ്റൽസിന്റെ സബ്ട്രാക്ഷൻ വഴിയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യാൻ പറഞ്ഞ പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓർക്കേണ്ട കാര്യം, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ എനർജി ആന്റി ബോണ്ടിങ്ങുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇതാണ് LCAO മെത്തേഡ് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. LCAO മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, that is molecular orbital is formed by the linear combination, that is addition and subtraction of atomic orbitals. Addition വഴിയാണെങ്കിൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, സബ്ട്രാക്ഷൻ വഴിയാണെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. വളരെ കൃത്യതയോടെ പഠിച്ചു വെക്കുക. നമുക്കിനി നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടെന്ന് പഠിക്കണം. ടൈപ്പ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. ടൈപ്പ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഈ മോളിക്കുലർ ഓർബിറ്റൽസ് പ്രധാനമായിട്ട് 3 ടൈപ്പ് പറയുന്നുണ്ട്. ഒന്ന് സിഗ്മ, 2 പൈ, 3 ഡെൽറ്റ. അങ്ങനെ 3 ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. സിഗ്മ, പൈ, ഡെൽറ്റ. തൽക്കാലം നമുക്ക് ഡെൽറ്റയെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നില്ല, സിഗ്മയും പൈയും പഠിക്കണം. പ്രധാനമായിട്ട് 3 ടൈപ്പ് സിഗ്മ, പൈ, ഡെൽറ്റ. നമ്മൾ ഓർക്കേണ്ടത് സിഗ്മയും പൈയും ആണ്. ഇതിലെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ സൂചിപ്പിക്കുക സിഗ്മ എന്നും പൈ എന്നും തന്നെയാണ്. അതേസമയം ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സിഗ്മ. ഈ സാധനം കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കും. കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ആസ്ട്രിക് എന്നാണ് ഇതിന് പറയുന്നത്. പറഞ്ഞ പേരെന്താണ്? ആസ്ട്രിക്. പറയാനുള്ള നമുക്ക് സ്റ്റാർ എന്ന് പറയാം. സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും. ആസ്ട്രിക് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും. പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. സംഭവം എളുപ്പത്തിൽ ആസ്ട്രിക് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും. ഓക്കെ. ബോണ്ടിങ് എന്നെ സൂചിപ്പിക്കും സിഗ്മ എന്നും പൈ എന്നും. ആന്റി ബോണ്ടിങ് എന്നെ സൂചിപ്പിക്കും സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സിഗ്മ ഓർബിറ്റൽസ്, അത് ബോണ്ടിങ് ആയിക്കോട്ടെ ആന്റി ബോണ്ടിങ് ആയിക്കോട്ടെ, സിഗ്മ ഓർബിറ്റൽസ് ആർ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ സിമെട്രിക്കൽ. അപ്പൊ എന്താണ്? സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് ബോണ്ടിങ് ആക്സിസ്. അതിന്റെ ബോണ്ടിങ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും സിഗ്മ ഓർബിറ്റൽസ്. സിഗ്മ ഓർബിറ്റൽസ് ആർ സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് ബോണ്ടിങ് ആക്സിസ്. അതിന്റെ ബോണ്ടിങ് ആക്സിസിന് എന്തായിരിക്കും? സിമെട്രിക്കൽ ആയിരിക്കും സിഗ്മ ഓർബിറ്റൽസ്. അതേസമയം പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ നോൺ സിമെട്രിക്കൽ എന്നോ അൺസിമെട്രിക്കൽ എന്നോ പറയാം. നോൺ സിമെട്രിക്കൽ ഓർ അൺസിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് ബോണ്ടിങ് ആക്സിസ്. ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് ബോണ്ടിങ് ആക്സിസ്, while pi molecular orbitals are anti bonding ആയിക്കോട്ടെ ബോണ്ടിങ് ആയിക്കോട്ടെ molecular orbitals are non symmetrical or unsymmetrical about its bonding axis എന്ന് ഓർത്ത് വെച്ചേക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. അങ്ങനെയെങ്കിൽ ഒരു ആറ്റത്തിന്റെ 1s ഓർബിറ്റലും
രണ്ടാമത്തെ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ. മോളിക്യൂൾ ഫോം ചെയ്യുന്നത് രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് നമുക്കറിയാം. എന്തെങ്കിൽ ഒരു ആറ്റം പ്ലസ് രണ്ടാമത്തെ ആറ്റം. ഈ ഒന്നാമത്തെ ആറ്റം, ഈ രണ്ടാറ്റങ്ങൾ ചേരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നത്? മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ ഒന്നാമത്തെ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ, ദാറ്റ് ഈസ് അറ്റോമിക് ഓർബിറ്റലും രണ്ടാമത്തെ ആറ്റത്തിന്റെ 1s ഓർബിറ്റലും കമ്പൈൻ ചെയ്താൽ എത്ര മോളിക്യൂലർ ഓർബിറ്റൽ ഉണ്ടാകും? ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് കോമ്പിനേഷൻ അബൌട്ട് ആക്സിസ്, അതിന്റെ ആക്സിസിലൂടെ കമ്പൈൻ ചെയ്യുന്നത് കേട്ടോ. ആക്സിസിലൂടെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് സിമെട്രിക്കൽ ഓർബിറ്റൽസിനെ ഫോം ചെയ്യും. അതായത് 1s ഓർബിറ്റൽ സ്പെറിക്കൽ ആണെന്ന് നമുക്കറിയാം. എസിന്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ആണെന്ന് നമുക്കറിയാം. ഈ s ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത് എബൌട്ട് ആക്സിസ് ആണ്. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം സിമെട്രിക്കൽ ഓർബിറ്റൽസ് ആണ്. നമുക്കറിയാം രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേർന്നാൽ എത്ര മോളിക്യുലർ ഓർബിറ്റൽ ഉണ്ടാകും? 2 മോളിക്യുലർ ഓർബിറ്റൽ. കിട്ടുന്ന സാധനം സിമെട്രിക്കൽ ആയതുകൊണ്ട് സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s ആയിരിക്കും. സിഗ്മാസ്റ്റിക് എന്ന് പറഞ്ഞാലും മതി, സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s ഉം. കാരണം നമ്മുടെ കോമ്പിനേഷൻ എന്താണ്? വഴി ഉണ്ടാകുന്ന അറ്റോമിക് ഓർബിറ്റൽ സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ അറ്റോമിക് ഓർബിറ്റൽസിനെ ഫോം. കാരണം എന്താണ്? ഇവിടെ കോമ്പിനേഷൻ വഴി ഫോം ചെയ്യുന്ന മോളിക്യുലർ ഓർബിറ്റൽ സിമെട്രിക്കൽ ആണ്. അപ്പം നമ്മുടെ 1s അറ്റോമിക് ഓർബിറ്റൽ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന സാധനം സിമെട്രിക്കൽ ആയിട്ടുള്ള അറ്റോമിക് മോളിക്യുലർ ഓർബിറ്റൽസ് ആണ്. ദാറ്റ് ഈസ് സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s. അതേസമയം ഈ രണ്ട് ആറ്റങ്ങളുടെയും 2s അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു. നമുക്കറിയാം രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാകണം? 2 മോളിക്യുലർ ഓർബിറ്റൽസ് നിർബന്ധം ഉണ്ടായിരിക്കണം, അല്ലെ? അതാണല്ലോ നമ്മുടെ തിയറി പറയുന്നത്. എന്തൊക്കെ ഉണ്ടാകും നമുക്ക് നോക്കാം. ഇതിന്റെ കോമ്പിനേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എലോങ് ദി ആക്സിസ് ആണ്. സിമെട്രിക്കൽ മോളിക്യുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മോളിക്യുലർ ഓർബിറ്റൽ സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം ആണെന്ന് ഓർക്കുക. സിമെട്രിക്കൽ മോളിക്യുലർ ഓർബിറ്റൽസിനാണ് ഫോം ചെയ്യുന്നത്. ഉണ്ടാകുന്ന മോളിക്യുലർ ഓർബിറ്റൽ എന്താണ്? സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം. അതേസമയം ഈ രണ്ട് ആറ്റങ്ങളുടെയും 2p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്ന വിചാരിക്കുക. നമുക്കറിയാം പിക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? പിക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്, അല്ലെ? നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട്. ഏതൊക്കെയാ? px, py, pz. ഇവിടുത്തെ 2pക്ക് 3 ഓർബിറ്റൽസ് ഉണ്ടാകും. px, py, pz. ഇല്ലേ? ഇവിടുത്തെ അറ്റോമിക് ഓർബിറ്റൽസ് എത്ര ഉണ്ടാകും? 3 ഓർബിറ്റൽസ് ഉണ്ടാകും. px, py, pz. ഇതിനകത്ത് ഈ pz ന്റെ കോമ്പിനേഷൻ, ഈ രണ്ടിന്റെയും pz ന്റെ കോമ്പിനേഷൻ, ഇത് തമ്മിൽ എന്താണ്? കമ്പൈൻ ചെയ്ത് മോളിക്യുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് സിമെട്രിക്കൽ മോളിക്യുലർ ഓർബിറ്റൽസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുക സിഗ്മ 2pz ഉം സിഗ്മ സ്റ്റാർ 2pz ഉം. രണ്ടെണ്ണം കമ്പൈൻ ആയിട്ട് മോളിക്യുലർ ഓർബിറ്റൽ ഉണ്ട്. സിഗ്മ 2pz ഉം സിഗ്മ സ്റ്റാർ 2pz ഉം. അതേസമയം px ഓർബിറ്റലുകളിൽ പരസ്പരം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന മോളിക്യുലർ ഓർബിറ്റൽ ഒരിക്കലും സിമെട്രിക്കൽ അല്ല, അത് അൺസിമെട്രിക്കൽ ആണെന്ന് ഓർക്കുക. സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുക പൈ 2px ഉം പൈ സ്റ്റാർ 2px ഉം. കാരണം എന്താണ്? സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കൽ ആണ്. സെയിം py ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വഴി കിട്ടുന്ന മോളിക്യുലർ ഓർബിറ്റൽ ഒരിക്കലും സിമെട്രിക്കൽ അല്ല, അത് അൺസിമെട്രിക്കൽ ആണ്. therefore കിട്ടുന്നത് പൈ 2py ഉം പൈ സ്റ്റാർ 2py ഉം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ബേസിക്കലി ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ടൈപ്പ് ഓഫ് മോളിക്യുലർ ഓർബിറ്റൽ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 തരം മോളിക്യുലർ ഓർബിറ്റൽസ് ഉണ്ട്. സിഗ്മ, പൈ, ഡെൽറ്റ. നമുക്ക് ഇവിടെ ഡെൽറ്റയെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല. സിഗ്മയും പൈയും പഠിക്കണം. അതില് ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ നമ്മൾ സിഗ്മ എന്നും പൈ എന്നും റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും റെപ്രസെന്റ് ചെയ്യും. ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്നും പൈ സ്റ്റാർ എന്നും റെപ്രസെന്റ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ സിഗ്മ മോളിക്യുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ അബൌട്ട് ബോണ്ടിങ് ആക്സിസ്. അതിന്റെ ബോണ്ടിങ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും ഏത്? സിഗ്മ മോളിക്യുലർ ഓർബിറ്റൽ. അതേസമയം പൈ മോളിക്യുലർ ഓർബിറ്റൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോണ്ടിങ് ആക്സിസിന് അൺസിമെട്രിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സിമെട്രിക്കൽ ആയിരിക്കും എന്ന് ഓർക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ആ രണ്ട് ആറ്റങ്ങളുടെയും 1s ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന മോളിക്യുലർ ഓർബിറ്റൽ സിമെട്രിക്കൽ ആയിരിക്കും. നമുക്കറിയാം രണ്ട് അറ്റോമിക് ഓർബിറ്റൽ ചേർന്നാൽ 2 മോളിക്യൂൾ. ഏതൊക്കെ? സിഗ്മ 1s ഉം സിഗ്മ സ്റ്റാർ 1s ഉം. സിമെട്രിക്കൽ ആയതുകൊണ്ട് സിഗ്മ. അതേസമയം രണ്ട് ആറ്റങ്ങളുടെയും 2s അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന മോളിക്യുലർ ഓർബിറ്റലും സിമെട്രിക്കൽ ആണ്. ദാറ്റ് ഈസ് സിഗ്മ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. രണ്ടെണ്ണം കമ്പൈൻ ചെയ്താൽ രണ്ടെണ്ണം കിട്ടണം. സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം. അതേസമയം നമ്മുടെ രണ്ട് ആറ്റങ്ങളുടെയും 2p ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ pക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്. px, py, pz, അല്ലേ? അതിലെ pz ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന മോളിക്യുലർ ഓർബിറ്റൽ സിമെട്രിക്കൽ ആണ്.
ഈസി ആയിട്ട് എഴുതാം. സിമെട്രിക്കൽ ആണെങ്കിൽ സിഗ്മ അല്ലേ മോളിക്കുലർ ഓർബിറ്റൽ, സിഗ്മ 2pz ഉം സിഗ്മ സ്റ്റാർ 2pz. അതേസമയം px ഉം py ഉം കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്കുലർ ഓർബിറ്റൽ ഒരിക്കലും സിമെട്രിക്കൽ അല്ല. കിട്ടുന്ന ഓർബിറ്റൽ പൈ ആണ്. സിമെട്രിക്കൽ അല്ലെങ്കിൽ സാധനം എന്താണ്? പൈ ആണ്. ഇത്രയും ബേസിക്കലായിട്ട് ഓർത്ത് വെച്ചേക്കുക. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ വളരെ ബേസിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ പോസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു പറഞ്ഞു, മോളിക്കുലർ ഓർബിറ്റൽ ടൈപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിക്കണം. അത് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം.